ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ കൊടുത്തതായ കർത്താവ് എന്റെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ തരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കരങ്ങളിൽ സ്തോത്രം ചെയ്യാണ്. ഇന്ന് പൽക്കാല താല്പര്യത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് സദൃശ്യ വാക്യങ്ങളെ 29 അധ്യായം അതിന്റെ 18 വാക്യം ഒരു കുറിവാക്യമായി ഞാൻ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രോവർബ്സ് സദൃശ്യ വാക്യങ്ങളെ 29 അധ്യായം അതിന്റെ 18 വാക്യം ഇങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വെളിപ്പാട് ഇല്ലാത്തടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നതാണ്, വേർ ദർ ഇസ് നോ വിഷൻ ദ പീപ്പിൾ പെരിഷ്. ദർശനം അല്ലെങ്കിൽ നമ്മള് മറ്റൊരു അളവിൽ നമ്മളെ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുമ്പോഴേ കാഴ്ചപ്പാട് അല്ലെങ്കിൽ കാഴ്ച അല്ലെങ്കിൽ ദർശനം എന്നൊക്കെ നമ്മള് പറയാറുണ്ട്. വിത്തൗട്ട് വിഷൻ ദർ ഇസ് നോ മിഷൻ. ചിലർക്ക് വിഷൻ ഉണ്ട് എന്നാൽ മിഷൻ ഇല്ല. ചിലർക്ക് മിഷൻ ഉണ്ട് എന്നാൽ വിഷൻ ഇല്ല. എന്നാൽ വിഷനും മിഷനും ഒന്നിച്ച് നമ്മുടെ ജീവിതത്തില് ഉണ്ടായിരിക്കണം. ഒന്നിച്ച് നമ്മുടെ ജീവിതത്തില് അത് യാത്ര ചെയ്യണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശാരീരിക കണ്ണ് നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ ശാരീരികമായ കണ്ണിന് അല്പം കാഴ്ച മങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളെ ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് നമ്മൾ കടന്നു പോകും. ഹല്ലേലൂയ. തിമിരം ഉണ്ടെങ്കിൽ അതിന് സർജറി ചെയ്യും. അല്ല ഇനി കണ്ണട വെക്കണമെങ്കിൽ കണ്ണട വെക്കും. അതുപോലെ ഓരോ വർഷവും നമ്മളെ പോയി ചെക്ക് ചെയ്യാറുണ്ട്. കണ്ണിന്റെ ആ കാഴ്ചയുടെ നമ്പർ വല്ലതും മാറിയോ അതനുസരിച്ച് നമ്മളെ ഗ്ലാസ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും, നമ്മൾ വാങ്ങാറുണ്ട്. അപ്പോൾ നമ്മുടെ ശാരീരിക കണ്ണിന്റെ കാഴ്ച നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മളെ കാത്തു സൂക്ഷിക്കുവാൻ ഏത് വില കൊടുത്തും ഏത് ഡോക്ടറെ കാണാൻ പോകേണ്ടി വന്നു കഴിഞ്ഞാലും എത്ര പൈസ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മുടെ കണ്ണിന്റെ കാഴ്ച കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ അതിന് വില കൊടുക്കും, നമ്മൾ പോകും. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്കൊരു ആത്മീയ കണ്ണ് കർത്താവ് തന്നിട്ടുണ്ട്. അതിന്റെ കാഴ്ച മങ്ങാതെ സൂക്ഷിക്കുക എന്നുള്ളത് എന്റെയും നിന്റെയും ചുമതലയാണ്. നമ്മൾ 1 ശമൂവേലിന്റെ പുസ്തകം 3 അധ്യായം അതിന്റെ 2 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കാണുവാൻ കഴിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. ഇത് ഏലി പുരോഹിതനെ കുറിച്ച് പറയുന്നതായ ഒരു ഭാഗമാണ്. നമുക്കറിയാം ഒരു ഏലിയുടെ കണ്ണ് മങ്ങിത്തുടങ്ങിയപ്പോൾ കർത്താവ് അവിടെ ഒരു ശൗമേൽ ബാലൻ എന്തുവാണ്, ഹല്ലേലൂയ, അവന്റെ കണ്ണു തുറന്ന് ദർശനങ്ങൾ കാണുവാന് അവന്റെ കണ്ണു തുറന്ന് എഴുന്നേൽപ്പിക്കുന്നതായ ഹല്ലേലൂയ കർത്താവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ചില വാക്യങ്ങൾ വായിച്ച് ഇന്ന് പൽക്കാലം പെട്ടെന്ന് കമ്പി വാചകം പോലെ ചില പോയിന്റ്സ് പറഞ്ഞു പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതാണ്ട് 7 പോയിന്റ്സ് ഇന്ന് പൽക്കാലം എനിക്ക് ഷെയർ ചെയ്യണം. എന്നാൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കാഴ്ചപ്പാടിനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ കണ്ണിന് ഹല്ലേലൂയ കാണാതെ വണ്ണം അതിനെ കുരുടാക്കുന്നതായ പല കാര്യങ്ങൾ എന്തുമാണ് ദൈവമക്കള് ദൈവവചനത്തിൽ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന് ആ കാര്യങ്ങള് ഇന്ന് പൽക്കാലം ഒന്ന് ചിന്തിക്കുക. അതിനായിട്ട് 1 യോഹന്നാന്റെ ലേഖനം 2 അധ്യായം 10 നമ്മൾ വായിക്കുന്നു. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നുവെന്ന് അവനെ അറിയുന്നില്ല. അപ്പോൾ ഇവിടെ ഹല്ലേലൂയ നമ്മുടെ ആത്മീയ കണ്ണ് കുരുടാകുവാനായിട്ട് ഇടയാക്കുന്ന, അല്ലെങ്കിൽ അത് ഹല്ലേലൂയ ആത്മീയമായ നമ്മുടെ കണ്ണ് ഇരുട്ട് ബാധിക്കുന്നതായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ പറയുന്നുണ്ട്, സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു. അപ്പോൾ സഹോദരന് ഞാനും നീയും പകയ്ക്കുന്നുവെങ്കിൽ എന്തുവാണ്, ഹല്ലേലൂയ, ഇവിടെ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ ഹല്ലേലൂയ യോഹന്നാൻ പറയാണ്, ഹല്ലേലൂയ, നിന്റെ കണ്ണ് കുരുടായി പോകും, നിന്റെ കണ്ണിലെ ഇരുട്ട് കയറുമെന്നാണ്. അപ്പോൾ ഒരാളിനോട് ഒരു പക എനിക്കോ നിനക്കോ ഉണ്ടെങ്കിൽ എന്തുവാണ്, ആ പക എന്തുവാണ്, ഹല്ലേലൂയ
പടർന്ന് ക്യാൻസർ പോലെ എന്തുവാണ് അത് വർദ്ധിച്ച് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പകയുണ്ടെങ്കിൽ ആ പകയെ എന്തുവാണ് നമ്മൾ യേശുവിന്റെ നാമത്തില് നീക്കിക്കളയണം. അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടിനെ അത് ബാധിക്കും. ആരോടെങ്കിലും പക വെച്ചുകൊണ്ടിരുന്നാല് അത് നമ്മുടെ കാഴ്ചപ്പാടിനെ ബാധിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ പകയില്ലാത്തതായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം. അപ്പോൾ പക നമ്മുടെ ആത്മീയ കണ്ണിനെ കുരുടാക്കുന്നത് കൊണ്ട് പക കടന്നു വരുന്നെങ്കിൽ പെട്ടെന്ന് എന്തുമാണ് അതിനെ നമ്മൾ ഡീൽ ചെയ്യണം. അതിനെ നമ്മൾ എന്തുവാണ് ഹല്ലേലൂയ കമ്പ്യൂട്ടറിൽ നമ്മൾ ചില എഴുതി കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്ത പോലെ എന്തുവാണ് നമ്മൾ അതിനെ റിമൂവ് ചെയ്യണം. അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. അതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം. ആ പകയോടെ യുദ്ധം ചെയ്തെന്തുവാണ് ആ പകയെ നമ്മളെ ജയിക്കണം യേശുവിന്റെ നാമത്തില്. അപ്പോൾ നമ്മുടെ ആത്മീയ കണ്ണ് കൂടുതൽ കാണുവാന് പ്രകാശിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ കണ്ണിനെ കുരുടാക്കുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് യേശു കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ യേശു കർത്താവ് തമാശ പറയുമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവ് തമാശ പറയും. ചില കാര്യങ്ങളൊക്കെ എന്തുവാണ് തമാശ പോലെ യേശു പറഞ്ഞ അതിന്റെ സീരിയസ്നെസ് ഉണ്ട് അതില്. എന്നാൽ തമാശ പോലെ നമുക്ക് തോന്നിപ്പോകും. കാര്യം കർത്താവിന്റെ അവതരണം എന്തുവാണ് എനിക്ക് നിനക്ക് മനസ്സിലാകുവാൻ വേണ്ടി കർത്താവ് ചെയ്യുന്നതാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? ഒരു ചോദ്യചിഹ്നം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും യേശു പറയാണ്, അല്ല സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്ക്, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ? വീണ്ടും ഒരു ചോദ്യമാണ്. അതിനുശേഷം പറയാണ് കപടഭക്തിക്കാരാ, മുൻപേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളയുക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയാൻ വെടിപ്പായി കാണും. അപ്പോൾ ഇവിടെ പറയാണ് ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഇംഗ്ലീഷ് വായിച്ചപ്പോൾ പ്ലാങ്ക് എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടി കഷ്ണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണില് വലിയൊരു തടി കഷ്ണം ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു യേശു തമാശ പറയുന്നു ഹല്ലേലൂയ. ഒരു വലിയൊരു അതിശയോക്തി പോലെ തോന്നും. ഹല്ലേലൂയ. നിന്റെ കണ്ണിൽ എന്തുവാണ് വലിയ തടി പോലെ എന്തുവാണ് ഒരു തടി കഷ്ണം ഇരിക്കുകയാണ്. എന്നാൽ മറ്റവന്റെ കണ്ണിലെ എന്തുവാണ് ആ കരട് കണ്ടുകൊണ്ട് എന്തുവാണ് നീക്ക് വലിയ സഹതാപമാണ്. അവന്റെ കരട് എടുക്കുവാൻ നമ്മൾ നോക്കിയാണ്. അവന്റെ കരടിനെ ഉയർത്തിപ്പിടിക്കുവാൻ നമ്മൾ നോക്കിയാണ്. അയ്യോ നിന്റെ കണ്ണിൽ എന്തുവാണ് ഇരിക്കുന്നത് നമ്മൾ ചോദിക്കുകയാണ്. എന്നാൽ നമ്മുടെ കണ്ണിൽ എന്തുവാണ് അവന്റെ കണ്ണിലെ കരടല്ല, ഒരു വലിയ തടിക്കഷ്ണം പ്ലാങ്ക് ഇരിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ യേശു പറയാണ്, നീ ആ തടിക്കഷ്ണം എടുത്തു മാറ്റിയതിന് ശേഷം മറ്റവന്റെ കണ്ണിലെ കരട് എടുക്കുവാൻ നോക്കുക. എന്നാൽ അത് നിനക്ക് നന്നായി കാണും. അപ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏതെങ്കിലും കരട് അല്ലെങ്കിൽ ഹല്ലേലൂയ തടിക്കഷ്ണം പോലെ ഹല്ലേലൂയ ഇരിക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയ കണ്ണിനെ അത് ബാധിക്കും. അപ്പോൾ അത് നമ്മളെ എടുത്ത് കളയണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ മറ്റുള്ളവന്റെ കണ്ണിലെ മറ്റുള്ളവന്റെ കുറവ് കാണുന്നതിന് മുമ്പ് എന്തുവാണ് നമ്മുടെ കുറവുകൾ കണ്ടുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കണം. നമ്മുടെ കുറവുകൾ കണ്ടുകൊണ്ട് നമ്മൾ ഒന്ന് ഉണരണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ എന്റെയും നിന്റെയും എന്തുവാണ് നമുക്കൊന്ന് സ്വയപരിശോധന ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണിലുള്ളതായ ആ വലിയ കോലെ ആ വലിയ തടിക്കഷ്ണം എന്തുവാണ് എടുത്ത് നമുക്ക് മാറ്റാം. വെടിപ്പായി എന്തുവാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 3-മതൊരു കാര്യം, അവിടെ അവിശ്വാസം എന്തുവാണ് നമ്മുടെ കണ്ണിനെ കുരുടാക്കും. കണ്ണ് ഉണ്ടായിട്ടും കാണുന്നില്ലയോ? പല ചോദ്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരെ അപ്പത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമുക്ക് അപ്പം ഇല്ലായികയാൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്തുവാണ് അവർ സംസാരിക്കുന്നത്. അത് യേശു അറിഞ്ഞു, അല്ലെങ്കിൽ ആശു അത് കേട്ട് അവരിപ്പോൾ അപ്പത്തെക്കുറിച്ചും ഹല്ലേലൂയ ഈ തിന്നുന്നതിനെ കുറിച്ചും ഒക്കെ അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അത് കേട്ടതായ യേശു എന്തുവാണ് പറയാണ്, അപ്പമില്ലായികയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത് എന്നിട്ട് ചോദിക്കാണ്, ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? എന്നാൽ അതിനുശേഷം എന്തുവാണ് യേശു പറയാണ്, നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ഓർക്കുന്നതുമില്ലയോ? നിങ്ങൾ പല കാര്യങ്ങളും മറന്നു ഓർക്കുന്നില്ലയോ? കണ്ണുണ്ടായിട്ട് കാണുന്നില്ലയോ? ഹല്ലേലൂയ. ചെവി ഉണ്ടായിട്ട് കേൾക്കുന്നില്ലയോ? ഗ്രഹിക്കുന്നില്ലയോ? പല ചോദ്യങ്ങളെ ചോദിച്ചതിന് ശേഷം യേശു ചോദിക്കാണ്, 5000 പേർക്ക് ഞാൻ 5 അപ്പം നുറുക്കിയപ്പോൾ
കഷണങ്ങളെ എത്ര കൂട്ട നിറച്ചെടുത്തു? യേശു എന്നെ ചോദിക്കുകയാണ്. അപ്പോൾ അതിനൊരു മറുപടി പറയുന്നുണ്ട്, 12 എന്ന് അവർ അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. ആദ്യത്തെ ചോദ്യത്തിന് കണക്കെല്ലാവർക്കും നല്ലവണ്ണം അറിയാം. എക്സാക്ട്ലി പറഞ്ഞു. 12 കൊട്ട 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിച്ചപ്പോൾ 12 കൊട്ട നിറച്ചെടുത്തു എന്ന് അവരെ കണക്ക് എക്സാക്ട്ലി പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും യേശു ചോദിക്കാണ്, 4000 പേർക്ക് ഞാൻ 7 അപ്പം കൊണ്ട് അവരെ പോഷിപ്പിച്ചു, അപ്പോൾ എത്ര കൊട്ട നിറച്ചെടുത്തു, എത്ര ബാക്കി വന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 7 എന്ന് അവർ അവനോട് പറഞ്ഞു. പിന്നെ അവരോട് ഇപ്പോൾ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു. അവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പത്തെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. എന്നാല് ഹല്ലേലൂയ യേശു അത് കേട്ടുകൊണ്ട് പറയാണ്, ഞാൻ ഇത്രയൊക്കെ അത്ഭുതം ചെയ്തിട്ടും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, ഹല്ലേലൂയ, ബാക്കി 12 കൊട്ട നിറച്ചെടുത്തു, ഞാൻ 4000 പേരെ പോഷിപ്പിച്ചു, അവിടെ എന്തുവാണ്, ഹല്ലേലൂയ, 7 കൊട്ട നിറച്ചെടുത്തു, ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഹല്ലേലൂയ, ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ലയോ എന്ന് ചോദിക്കുന്നതായ ചോദ്യം. അപ്പോൾ അവിശ്വാസം എന്തുവാണ്? നമ്മുടെ കണ്ണിനെ ഹല്ലേലൂയ മങ്ങിപ്പിക്കും. അപ്പോഴേ ഇസ്രായേൽ മക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ അനുസരണക്കേടും അതുപോലെ അവിശ്വാസമായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. അപ്പോഴേ അവിശ്വാസം എന്തുവാണ്? നമ്മുടെ കണ്ണിനെ എന്തുവാണ്? ഹല്ലേലൂയ മങ്ങിപ്പിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ അല്പമെങ്കിലും അവിശ്വാസം കടന്നു വരുമ്പോൾ അതിനോട് നമ്മൾ ഡീൽ ചെയ്യണം. അവിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ എത്ര പേരത് പറയും? ഹല്ലേലൂയ, ചിലപ്പോൾ ഹല്ലേലൂയ കർത്താവേ ഇതെങ്ങനെ സാധിക്കും, ഇതെങ്ങനെ നടക്കും, ഹല്ലേലൂയ ആ കാര്യം അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ, ഈ കാര്യം ഇങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ ശത്രു പലപ്പോഴും അവിശ്വാസത്തിന്റെ വാക്കുകളെ നിന്റെ ഹൃദയത്തിൽ കൊണ്ടിടുമ്പോൾ, ശത്രു നിന്റെ ഹല്ലേലൂയ ചെവിയിലെ മന്ത്രിക്കുമ്പോൾ വിശ്വാസത്തിന്റെ വാക്കുകളെ ഞാനും നീയും ഉച്ചരിക്കുന്നുവെങ്കിൽ, പറയുന്നുവെങ്കിൽ ഹല്ലേലൂയ 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 ഈ ദിവസങ്ങൾ ഹല്ലേലൂയ നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കും. ഹല്ലേലൂയ. ഇവിടെ യേശുവോട് ചോദിക്കുകയാണ്, നിങ്ങൾ കാണുന്നില്ലയോ, കണ്ടിട്ടില്ലയോ, ഗ്രഹിച്ചിട്ടില്ലയോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം നമ്മുടെ കർത്താവ് എത്രയോ അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, നമ്മളെ പോലെ അത്ഭുതങ്ങൾ കണ്ടവർ എത്ര പേരുണ്ട്? നമ്മളെ രക്ഷിച്ച് തന്നെ കർത്താവിന്റെ വലിയൊരു അത്ഭുതമാണ്. ഇവിടെ നാം ആയിരിക്കുന്നത് ഒരത്ഭുതമാണ്, ശ്വസിക്കുന്നത് ഒരത്ഭുതമാണ്. ഹല്ലേലൂയ, ഈ രാജ്യത്ത് കടന്നു വന്നത് ഒരത്ഭുതമാണ്, കുഞ്ഞുങ്ങളെ തന്നത് ഒരത്ഭുതമാണ്, എന്റെ നിന്റെ ആരോഗ്യം ഒരത്ഭുതമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഒട്ടും അവിശ്വസിക്കരുത്. അവിശ്വാസം എന്തുവാണ്? നമ്മുടെ കണ്ണിനെ എന്തുവാണ്? ഹല്ലേലൂയ മങ്ങിപ്പിക്കും. ഹല്ലേലൂയ, അവിശ്വാസം ഇല്ലായിരിക്കണം, അവിശ്വാസം ഇല്ലായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം എടുക്കാം. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവിടെ പൗലോസിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, 8-ാം അധ്യായം എടുക്കാം. 8-ാം അധ്യായം അതിന്റെ 8-ാം അധ്യായത്തിന്റെ ഒന്ന് വായിച്ചാട്ടെ. 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കാം. 8:3, അപ്പോസ്തല പ്രവൃത്തി 8:3. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചതുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ഇവിടെ പൗലോസിനെ കുറിച്ച് പറയാണ്, എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ച് ഇഴച്ചത് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോകുന്നു. എന്നാൽ വീണ്ടും നമുക്ക് 9:18 വാക്യം വായിക്കും. 9:18. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണ് കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഇവിടെ എന്തുവാണ്? പൗലോസിന്റെ കണ്ണ് തുറക്കുന്നു. ചെതുമ്പൽ പോലെ അവന്റെ കണ്ണിൽ നിന്ന് വീട് അവന് അനന്യാസ് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചതായ അത്ഭുതമാണ് നമ്മളിവിടെ കാണുന്നത്. അവന് ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുതിരപ്പുറത്തും താഴെ വീഴുന്നു, അവന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. അവിടെ ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് യേശു കർത്താവ് ചോദിക്കുന്നു. ആ ചോദ്യം ഹല്ലേലൂയ നമുക്കവിടെ കാണുവാനായിട്ട് കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അത്ഭുതം നടക്കുകയാണ്. അവന്റെ കണ്ണിൽ നിന്ന് എന്തുവാണ്? ചെതുമ്പല് വീണ് കാഴ്ച ലഭിച്ചു. അവന്റെ കണ്ണ് അവിടെ തുറക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ശക്തനായ ഒരു മനുഷ്യരായിരുന്നു. ഗമാലിയേൽ എന്ന് പറയുന്നതായ മനുഷ്യന്റെ കീഴിൽ എന്തുവാണ്? തത്വശാസ്ത്രവും ഫിലോസഫി ഒക്കെ പഠിച്ച മനുഷ്യനായിരുന്നു, അറിവുള്ള മനുഷ്യനായിരുന്നു. എബ്രായിൽ ജനിച്ച എബ്രായനായിരുന്നു, ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു, അറിവ് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും എല്ലാം സമ്പന്നനായിരുന്നായ മനുഷ്യനായിരുന്നു. എന്നാൽ അവന്റെ ആത്മീയ കണ്ണ്
തുറക്കാത്തതായ ചില നാളുകൾ അവന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ അവന്റെ ആത്മീയ കണ്ണ് തുറക്കാതിരുന്നപ്പോൾ എന്തുവാണ്, അവനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയായിരുന്നു. അധികാര പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവനെന്തുവാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാന് അവരെ വഴിച്ചിഴച്ച് അവരെ ഹല്ലേലൂയ അവരെ സഭയെ ഉപദ്രവിക്കുന്നതായ പൗലോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അവന്റെ കണ്ണ് തുറന്നിരിപ്പോൾ എന്തുവാണ്, തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി എന്തുവാണ് അവന്റെ കണ്ണ് അവൻ ഉപയോഗിച്ചു. എവിടെയെങ്കിലും ക്രിസ്ത്യാനികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉപദ്രവിക്കുവാന്, അവരെ പിടിച്ചെന്തുവാണ് ഹല്ലേലൂയ ഉപദ്രവിക്കുവാനായിട്ട്, സഭയെ നശിക്കുവാനായിട്ട്. എന്നാൽ അവന്റെ ആത്മീയ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ ചെതുമ്പൽ പോലെ ഹല്ലേലൂയ അത് വീണ് കഴിഞ്ഞ് ഹല്ലേലൂയ അവന് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ എന്തുവാണ്, അവന്റെ ആത്മീയ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ എന്തുവാണ്, ഇപ്പോൾ എന്തുവാണ് ദൈവമക്കളെ പീഡിപ്പിക്കുന്നതിന് പകരം അവന് ദൈവമക്കളെ സ്നേഹിക്കുവാൻ തുടങ്ങി, സഭയെ സ്നേഹിക്കുവാൻ തുടങ്ങി, സുവിശേഷത്തെ സ്നേഹിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവന്റെ ജീവിതത്തെ മാറ്റിവെക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ ജാതികളെ അവൻ കാണുവാൻ തുടങ്ങി. ഹല്ലേലൂയ ജാതികളുടെ അപ്പോസ്തലനായി ജാതികളുടെ ഇടയിലേക്ക് അവനെ കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അവന്റെ ആത്മീയ കണ്ണ് അവിടെ തുറക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ എന്തുവാണ് ഹല്ലേലൂയ ആവശ്യമില്ലാത്തതായ അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തതായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ പൗലോസ് തന്റെ ജീവിതത്തിൽ എന്തുവാണ്, തന്റെ കണ്ണുകളെ എപ്പോഴും ക്രിസ്ത്യസിനെ പീഡിപ്പിക്കുവാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നായ കണ്ണിനെ കർത്താവ് എന്തുവാണ് മാറ്റി ഒരാത്മീയ കണ്ണ് അവന് കൊടുത്തു. അവന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ചുകൊണ്ട് അവന്റെ വ്യക്തിത്വം മാറ്റി. ഹല്ലേലൂയ യേശു കഴിഞ്ഞാല് ഈ ലോകത്തെ ഹല്ലേലൂയ ഈ രാജ്യത്തെ ഹല്ലേലൂയ ഈ ലോകത്തെ കീഴ്മേലെ മറിക്കുവാനായിട്ട് ശക്തനായി ദൈവം അവനെ ഉപയോഗിക്കുവാനിടയായി തീർന്നു. അവന്റെ ആത്മീയ കണ്ണിന് വ്യത്യാസം ഉണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.